ഞാൻ പഠിച്ച ആദ്യ പ്രാർത്ഥന പരിശുദ്ധ അമ്മയെക്കുറിച്ചായിരുന്നു. എന്നെ നൊന്തുപെറ്റ അമ്മയാണ് ആദ്യമായി മാതാവിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. എൻ്റെ അമ്മയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനകളിൽ, അവൾ എനിക്ക് വേണ്ടി സഹിച്ച വേദനകളിലൊക്കെ കുരിശിൻ ചുവട്ടിലെ അമ്മയെ ഞാൻ നേരിൽ കാണുകയായിരുന്നു. ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അമ്മ മാതാവിനെ സ്വപ്നം കണ്ടുണരുന്ന അന്നത്തെ രാവുകൾ എത്ര വിശുദ്ധമായിരുന്നു. ഇന്ന് വളർന്നു വലുതായപ്പോൾ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും വലിയ കൊടുങ്കാറ്റും ഇടിമുഴക്കവും പേമാരിയും ആഞ്ഞടിച്ചപ്പോൾ സങ്കടങ്ങളുടെ ആ തോരാമഴയിൽ തനിച്ചായിപ്പോയ ഞാൻ അന്ന് വല്ലാതെ പേടിച്ചു പോയി. അപ്പോഴൊക്കെ എന്നെ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചത് എൻ്റെ പരിശുദ്ധ അമ്മയായിരുന്നു. അതുകൊണ്ടാണ് സങ്കടം വന്നാലും സന്തോഷമാണേലും ഞാൻ ആദ്യം ഓടിയെത്തുക ഈ അമ്മയുടെ അരികിലാണ്. ആദ്യമായി ഈശോ മിഴി പൂട്ടിയത് ഈ അമ്മയുടെ മാറിടത്തിലാണ്. കുഞ്ഞായി പിറന്നവൻ മഞ്ഞിൻ്റെ നനവുള്ള ഒരു രാവിൽ അന്നവൾ അവനുറങ്ങാൻ താരാട്ടുപാടിയിരിക്കണം. വർഷങ്ങളുടെ കുത്തൊഴുക്കിൽ ക്രിസ്തുവിന് പലതും നഷ്ടപ്പെട്ടപ്പോഴും ഒന്നു മാത്രം അവന് നഷ്ടപ്പെട്ടില്ല: കുരിശിന് താഴെ കാവൽ നിൽക്കുന്ന ഒരമ്മ. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടവന് കൂട്ടിരിക്കാൻ മിഴി പൂട്ടി മരണത്തെ പുൽകുമ്പോൾ അവസാനമായി താരാട്ടുപാടി ഉറക്കാൻ അമ്മ കാത്തുനിന്നു. അമ്മയില്ലാത്ത ജീവിതങ്ങളൊക്കെ ഇന്ന് വെറും ശൂന്യമാണ്. അമ്മ മാതാവേ, ഞങ്ങളൊക്കെ ഇത്തിരി പോന്ന മനുഷ്യരാണേ. വീഞ്ഞെല്ലാം എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാം. അമ്മയുണ്ടാകണം ഓരോ വിരുന്നിലും, ഓരോ നിരാശയിലും, ഓരോ മിഴിനീരിലും. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഒരു വൈദികൻ എൻ്റെ ജന്മദിനത്തിന് എനിക്ക് സമ്മാനമായി നൽകിയതാണ് നിങ്ങളീ കാണുന്ന പരിശുദ്ധ അമ്മയുടെ ചെറിയ ഈ രൂപം. അച്ഛൻ എന്നെ കാണുമ്പോഴൊക്കെ എൻ്റെ കയ്യിലൊരു ജപമാല കാണും. ഇത് മുരുട്ടിപ്പിടിച്ച് ഞാൻ നടക്കുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ അച്ഛൻ വിചാരിച്ചിരിക്കാം, ഇവക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം അമ്മയെ തന്നെയാണെന്ന്. അന്ന് അച്ഛൻ എനിക്ക് ഈ രൂപം നൽകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: മോളെ, നീ എവിടെ പോയാലും ഈ അമ്മയെ മുറുകെ പിടിച്ചോണം കേട്ടോ. പാപത്തിൽ വീഴാതെ അമ്മ തൻ്റെ നീല കാപ്പയ്ക്കുള്ളിൽ നിന്നെ പൊതിഞ്ഞു പിടിച്ചോളുമെന്ന്. അന്നു തൊട്ടിന്നോളം ഒരു നിധി പോലെയാണ് ഈ രൂപം ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ പരിശുദ്ധ അമ്മയുടെ രൂപം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 16 വർഷങ്ങൾ പിന്നിടുന്നു. അമ്മയുടെ മാധ്യസ്ഥി യാചിച്ച് എന്തു പ്രാർത്ഥിച്ചാലും ഈശോ എനിക്കത് സാധിച്ചു തരാറുണ്ട്. എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളിലൊക്കെ വല്ലാതെ വിഷമിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ രൂപത്തിൻ്റെ പുറകിൽ എൻ്റെ നിയോഗങ്ങൾ ഞാൻ എഴുതി ഒട്ടിച്ചു വെക്കും. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. മറ്റാരും പറഞ്ഞിട്ടുമല്ല ഞാൻ ചെയ്യുന്നത്. ഇതെനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഒരു ആത്മബന്ധമാണത്. എന്തായാലും ഞാൻ അങ്ങനെ എഴുതി ഈ രൂപത്തിൻ്റെ പുറകിൽ അനേകരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടാത്തതായി യാതൊന്നുമില്ല. ഒരു കുഞ്ഞിൻ്റെ സങ്കടം ഏറ്റവും ആദ്യം തിരിച്ചറിയാൻ സാധിക്കുന്നത് അമ്മയ്ക്കാണല്ലോ. അതുകൊണ്ടാണ് നാം ഒന്ന് നെഞ്ചു പൊട്ടി വിളിച്ചാൽ അമ്മ മാതാവ് വെളിപ്പുറത്ത് ഓടിയെത്തുന്നത്. അപരൻ നരകമാണെന്ന ആധുനിക കാഴ്ചപ്പാടുകളുടെ നടുവിൽ മറ്റുള്ളവരിലേക്ക് തിടുക്കത്തിൽ പുറപ്പെടാൻ മറിയം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യൂദയായിലെ മലമ്പ്രദേശത്തിൻ്റെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് അവൾ ഇന്നും ഒരു യാത്രയിലാണ്. ആവശ്യത്തിലിരിക്കുന്ന ഒരു എലിസബത്തിനെ തിരഞ്ഞിറങ്ങിയിരിക്കുകയാണ്. മറിയത്തോടൊപ്പമുള്ള ഈ യാത്രയിൽ അവൾ നമ്മയും വിളിക്കുന്നത് ഏതൊക്കെയോ ഏലീശോമാരുടെ നിസ്സഹായതകളിലേക്കാണ്. കണ്ണടച്ചു തുറക്കും മുമ്പേ പലതും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നോളം കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ജപമാല കരങ്ങളിലെടുത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്ന്
ഏറ്റുചൊല്ലി ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്കായി ഈശോയോട് പ്രാർത്ഥിക്കട്ടെ.